എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സോഫ്റ്റായ ചപ്പാത്തി ഉണ്ടാക്കുന്ന മാവ് കുഴയ്ക്കുന്നതും റൗണ്ട് ഷേപ്പിൽ പരത്തുന്നതും എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഒരു 4 ഗ്ലാസ് ഗോതമ്പ് മാവ് നൈസായി പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇതുപോലെ കുറച്ച് നോർമൽ വെള്ളം ഒഴിച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചാണ് കുഴച്ചെടുക്കേണ്ടത്. ഒരു സ്ഥലത്ത് തന്നെ അധികം വെള്ളം ഒഴിക്കരുത്. അവിടെ ഇവിടെയായി കുറച്ചായി കൊടുക്കണം, വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ നല്ലതുപോലെ കുഴച്ചെടുക്കുക, എല്ലാ വശവും കുഴച്ചെടുക്കുക. കുറച്ചൊരു 10 ml എണ്ണ ചേർക്കുക, അല്ലെങ്കിൽ 1 സ്പൂൺ നെയ്യ്, സൺഫ്ലവർ ഓയിലോ നെയ്യോ ഏതെങ്കിലും ഉപയോഗിക്കാം. വീണ്ടും നന്നായി കുഴച്ചെടുത്ത് 10 മിനിറ്റ് ഇത് അടച്ചു വയ്ക്കണം. ഇനി അത് നമുക്ക് ഉരുളകളാക്കിയെടുക്കാം. ഏകദേശം ഒരു 16 ഉരുളകളാക്കിയെടുക്കാം. നോർമൽ സൈസ് റൗണ്ട് ഷേപ്പിൽ ആദ്യം തന്നെ കൂടുതൽ ഗോതമ്പ് പൊടി എടുക്കരുത്. കുറച്ച് വിതറി കൊടുത്ത് വേണം അത് അധികം പ്രസ് ചെയ്യാതെ പരത്തിയെടുക്കാൻ. എല്ലാ വശത്തേക്കും പതുക്കെ വേണം അത് പരത്തിയെടുക്കാൻ. അതിൻ്റെ വെള്ളമയം വരുന്നതിനനുസരിച്ച് ചെറുതായിട്ട് പൊടി വിതറി വേണം അത് പരത്തിയെടുക്കാൻ. റൗണ്ട് ഷേപ്പിൽ നോക്കി അധികം പ്രസ് ചെയ്യാതെ പരത്തിയെടുക്കുക. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ സാധിക്കും. കൂടുതൽ വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ വേണ്ടി സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം, ബെല്ലൈക്കണും പ്രസ് ചെയ്യണം. ചപ്പാത്തി ഉണ്ടാക്കി നോക്കി പിന്നെ അറിയില്ല.